ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നൊരു ഈസി റെസിപ്പി ഫ്രൈഡ് റൈസാണ്. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലോട്ട് അരമണിക്കൂർ കുതിച്ച് അല്ല 10 മിനിറ്റ് കുതിച്ചിരുന്ന അരി ഇട്ടു. അതിൽ കുറച്ച് നമ്മളതിലുള്ള മാക്സിമം പച്ചക്കറി ഇടാം, അല്ല എല്ലാം ഒന്നും ഇടാക്കൂല. ഇതൊക്കെ ഉള്ളി, ക്യാരറ്റ്, ബീൻസ്. എൻ്റെ ബീൻസ് ഇല്ലായിരുന്നു, ഞാൻ പകരം കോളിഫ്ലവർ എടുത്തു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. എന്നിട്ട് 2 ചട്ടി, അതായത് 2 നോൺ സ്റ്റിക്ക് പാൻ ഒരേ സമയം ഞാൻ അടുപ്പിൽ വെച്ചിട്ട് രണ്ടിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തു. ഒന്നിൽ നമുക്ക് ഞാനൊരു 5 എഗ്ഗ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ല സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനാണ്. എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെച്ചിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് മൊത്തം ഇടുക. അതിനകത്ത് മെയിനായിട്ട് ബീൻസും വേണം, സ്പ്രിങ് ഒണിയനൊക്കെ വേണം. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അത് ഞാൻ അതിലിട്ട് സ്കിപ്പ് ചെയ്തു. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണെന്ന്, എഗ് ഫ്രൈഡ് റൈസ്. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുട്ട ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് അത് സ്ക്രാമ്പിളായി വന്നോളും. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കുരുമുളക്, നല്ലതല്ല കുരുമുളകിൻ്റെ ഫ്ലേവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, ഞാൻ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരുപാട് കുക്കൊന്നും ആവേണ്ട കാര്യമില്ല. അതുപോലെ ഞാൻ നേരത്തെ ഒരു 80% വേവായ അരി ഞാൻ ആറാൻ വെച്ചിരുന്നു. അത് ആറിക്കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക. സോയാ സോസ് ഒഴിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു, അതും ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തു. സോയാ സോസ് ഇത് മസ്റ്റാണ്, ടൊമാറ്റോ സോസ് വേണമെങ്കിൽ മതി. അത് രണ്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പൊട്ടിച്ച് വെച്ചിരുന്ന ആ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരുന്ന മുട്ടയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ചോറുടഞ്ഞ് പോവാത്ത രീതിക്ക് പയ്യെ ഇളക്കിയെടുക്കുക. ഒരിടത്തും വൈറ്റ് കാണാതെ ഇറക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലായിടും ഈക്വലായിട്ട് മിക്സ് ആയെന്ന് മനസ്സിലാക്കാം. ഇതുപോലത്തെ ഒരു തവി കൊണ്ട്, സ്റ്റീൽ തവി കൊണ്ട് ഇളക്കാതിരിക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു.